ഇന്ന് നമുക്കൊരു കസ്റ്റാർഡ് ക്യാരറ്റ് ജാമുൻ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 2 വലിയ ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 1/4 കപ്പ് പഞ്ചസാര, 1 കപ്പ് വെള്ളം, 1 ടീസ്പൂൺ വാനില എസൻസ് കൊണ്ട് ചേർത്തൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്കൊരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് നെയ്യ് ചൂടായി വരുന്ന സമയത്ത് അടിച്ചു വെച്ചിട്ടുള്ള മിക്സ് നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായി തിളച്ച് വരുന്ന സമയത്ത് 1/2 കപ്പ് അരിപ്പൊടി കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി തിളച്ച് വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായി മിക്സ് ചെയ്ത് ഈ ഒരു പാനിൽ നിന്നിത് വിട്ട് വരുന്ന പാകമാവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാനിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ട്രേയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ ഇതുപോലെ നന്നായി കുഴച്ചെടുക്കാം. 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒന്ന് ചേർത്ത് നന്നായി കുഴച്ചെടുത്ത് ഇതുപോലെ കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബോൾസ് ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡ്ഡലി ചെമ്പാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 1/4 കപ്പ് പാൽപ്പൊടിയും 1/2 കപ്പ് പഞ്ചസാരയും 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒന്ന് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ട്. അപ്പോൾ ഒരു 6 മിനിറ്റ് ആകുമ്പോഴത്തേനും നമ്മുടെ ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ പാലിൻ്റെ മിക്സ് തിളക്കുന്നതിന് മുമ്പ് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മുടെ പാല് തിളച്ച് വരുന്ന സമയത്ത് ഈ ഒരു കസ്റ്റാർഡ് മിക്സ് നമുക്ക് പാലിൻ്റെ മിക്സിലോട്ട് ഒഴിച്ചെടുക്കാം. കസ്റ്റാർഡ് ചേർത്ത് നന്നായി ഇളക്കി ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ കസ്റ്റാർഡ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഡെസേർട്ട് സെറ്റ് ചെയ്യുന്ന ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ കസ്റ്റാർഡ് മിക്സും തയ്യാറാക്കി വെച്ചിട്ടുള്ള ബോൾസും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡെക്കറേഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് ആൽമണ്ട്സ് ആണ് കട്ട് ചെയ്തിടുന്നത്. അപ്പം നല്ല ടേസ്റ്റി ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.